ജനുശ്രീമി ഡയറീസ്. അപ്പം നമുക്കിന്ന് ഫോം ക്ലേ യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളി ഫ്ലവർ പോട്ട് ഉണ്ടാക്കാം. അപ്പം ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് എല്ലാം എടുക്കാം. ഓക്കെ, അതിന് നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു സ്പൂൺ വേണം. എന്നിട്ട് നമുക്ക് സെയിം അളവ് കിട്ടാനാണ് ഈ സ്പൂൺ നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായി കിട്ടാൻ ചാൻസേ ഇല്ല. അതാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഉണങ്ങി പോവാനും ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ കുറച്ചായി എടുക്കുന്നത്. നല്ല സോഫ്റ്റ് ക്ലേ ആണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ ക്ലേ. അതെ, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കേട്ടോ. ഇതിന് റോൾ ചെയ്തിട്ട് ഉള്ളിൽ വെച്ചോളൂ. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടണം. ഇല്ലെങ്കിൽ ചില ബോൾസൊക്കെ വലുതാവും, ചിലതൊക്കെ ചെറുതാവും. അങ്ങനെയൊന്നും ആവാൻ പാടില്ല. നമുക്ക് സെയിം കിട്ടണം. അതിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്യണം. പിന്നെ കുറച്ച് ബാക്കി വരുന്നുണ്ട് കേട്ടോ, കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി വരുന്നതെല്ലാം നമ്മൾക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് അത് എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു ബോളാക്കി എടുക്കണം. ഇത് ബോളാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തതും സെയിം പ്രോസസ്സ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഞാനിപ്പം ഇത് ഹാഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കളേഴ്സ് നിങ്ങൾക്ക് ഏത് കളേഴ്സ് ആണെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളറ് പിങ്ക് ആയത്, ഞാൻ പിങ്ക് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനത്തെ കളേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, പിന്നെ പീച്ച് പോലത്തെ ഒരു കളറും ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്നാൽ ആ പിങ്കിൻ്റെ കളർ കോമ്പിനേഷനിൽ തന്നെ കിട്ടും. അടുത്ത ഞാൻ ചെയ്യുന്നത് പീച്ചാണ്. പിന്നെ നമുക്കിത് ഗ്ലൂ ഒന്നും വേണ്ട, അത് ക്ലേ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് എടുക്കാൻ ഈസിയാണ്. ഗ്ലൂ ഒന്നും വേണ്ട. പിന്നെ ഇത് ഡ്രൈ ആയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യാൻ. അപ്പം മാത്രമേ ഗ്ലൂ യൂസ് ചെയ്യണ്ടൂ, ഇല്ലെങ്കിൽ അത് അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കും. പിന്നെ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫസ്റ്റത്തെ ലെയർ ആക്കുമ്പോൾ ഫുള്ളി ആക്കണം. പിന്നെ 2 ലെയേഴ്സ് ബാക്കിയുണ്ടല്ലോ, അത് മിഡിലിൽ നമ്മൾ വെക്കാൻ പാടില്ല. അവിടെയാണ് നമ്മൾ ഫ്ലവേഴ്സ് വെക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മളെ ഫ്ലവർ പോട്ട് ഇപ്പം റെഡി ആയി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടിട്ടായി എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല ക്യൂട്ട് ആൻഡ് ഐസ്റ്റിക് ആയിട്ടുള്ള നല്ല ഫ്ലവർ പോട്ടാണ്. കണ്ടോ? ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കണം. അതിന് നമുക്ക് രണ്ട് ഇഷ്ടപ്പെട്ട കളേഴ്സ് ചൂസ് ചെയ്യാം. ഞാൻ ആ ഡാർക്ക് പിങ്ക് ആൻഡ് ലൈറ്റ് പിങ്ക് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുക്കണം. എന്നിട്ട് അതിനൊരു ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. പരത്തുന്ന പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി വേണം തോന്നി, അങ്ങനെ ഞാൻ കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ പരത്തുന്ന പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കൊരു പാപ്പിൻ്റെ പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. അപ്പം ഓക്കെ, ഇനി നമ്മൾ അത് കട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്കൊരു ഫ്ലവർ കിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഞാൻ സ്കെയിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ക്ലേൻ്റെ കൂടെ കിട്ടുന്ന നൈഫ് യൂസ് ചെയ്യാം. മറ്റേ പ്ലാസ്റ്റിക് നൈഫാണേ. ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട് ഓരോരോ സ്ഥലത്ത്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ബോളാക്കി എടുക്കണം. എന്നാലും നമുക്ക് ഫ്ലവറിൻ്റെ അത് കിട്ടും ഷേപ്പ്. അങ്ങനെ എല്ലാം നമുക്ക് ബോളാക്കി എടുക്കാം.
ഇങ്ങനത്തെ സ്മോൾ ഫ്ലവേഴ്സിൽ ഉണ്ടാക്കുന്നെങ്കിൽ 3 അല്ല കേട്ടോ, 4 or 5 ബോൾസ് മാത്രം ആക്കിയാൽ മതി. വലുതിലാക്കുമ്പോൾ കുറച്ച് കൂടുതലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, എനിക്ക് ആ ഫ്ലവർ പോട്ട് കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബോൾസ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കിയത് 5 ബോൾസ് ആണ്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഷേപ്പ് അത്ര പെർഫെക്റ്റായി കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. നോർമൽ ഷേപ്പ് ആക്കി കിട്ടിയാൽ മാത്രം മതി. ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, അങ്ങനത്തെ ഷേപ്പൊക്കെ കിട്ടും. അതൊന്നും നിങ്ങൾ കുഴപ്പമാക്കണ്ട, ഏത് ഷേപ്പ് വേണമെങ്കിലും കിട്ടിയാൽ മതി കേട്ടോ. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കുറേ ഉണ്ട് കേട്ടോ, അങ്ങനെ ഒന്നുകൂടി ഉണ്ട്. അതോടെ നമ്മളങ്ങനെ പ്രസ് ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതലായി പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അയ്യോ അത് കുറച്ച് എന്തോ അതായിപ്പോയി, കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്മോൾ ടു ബിഗ് എന്ന് പറയുന്ന പോലെ സൈസ് നോക്കിയിട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ വെച്ചിട്ടുള്ള വലുതാണ്, പിന്നെ മീഡിയം സൈസ്, പിന്നെ കുറച്ച് മീഡിയം, പിന്നെ ചെറുത്, അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണ് വെക്കേണ്ടത്. നമ്മൾ ചെറുതാക്കിയിട്ടാണ് വലുതിൽ പോകുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നതിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിന്ന് തോന്നി, അതാണ്. ഓക്കെ, ഇനി നിങ്ങൾ മിഡിലിൽ ഒരു ലൈന് ഇടണം കേട്ടോ. അത് എന്തിനാണ് ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. നല്ല സാറ്റിസ്ഫൈങ് ആണ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ. ഓക്കെ, അടുത്തത് ആ മിഡിലിൽ ഞാനിങ്ങനെ കട്ട് പോലെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, രണ്ടെണ്ണം വേണ്ട, ഒന്നാണ് ഞാൻ എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ലൈറ്റും ഒന്ന് ഡാർക്കും ആണല്ലോ അതിൻ്റെ രസം, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം സെയിം ആക്കാനും ഓക്കെയാണ്. നല്ല കുറച്ച് ഭംഗി ഡാർക്ക് ലൈറ്റാണ്. പിന്നെ ഞാൻ നല്ലത് നോക്കിയിട്ടാണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവർ. അടുത്ത് ഞാൻ എടുക്കുന്ന ലൈറ്റ് പിങ്ക് ആണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് ലൈറ്റ് പിങ്ക് ഒക്കെ. ഓക്കെ, അടുത്തത് നമ്മൾ അത് ബോളാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ എന്താണ് പാമ്പ് പോലെ കൊയ്ക്കുന്നുണ്ട്, അങ്ങനെ ഒരു ആക്കിയെടുക്കണം, അങ്ങനത്തെ ഒരു ഷേപ്പ് ആക്കിയെടുക്കണം. പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് 4 പീസസ് ആണ്. കണ്ടോ, 4 പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് 5 or 4 ചെയ്യാം. ഞാൻ ഒന്ന് 5ഉം ഒന്ന് 4ഉം ആണ് ചെയ്യുന്നത്. എന്തെന്ന് വെച്ചാൽ എനിക്കൊന്ന് ചെറുതും കുറച്ച് വലുതുമാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ നല്ല അവിടെ കട്ടിങ് മാറ്റിൽ തന്നെ വെച്ചിട്ട് നല്ലൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ കൂടി നമുക്ക് അവിടെ വെച്ചിട്ട് അവിടെ ചെറിയൊരു കട്ട് കൊടുക്കണം. അടുത്തത് കട്ട് കൊടുക്കണം. അടുത്ത ശേഷം നമ്മൾ റോൾ ചെയ്യണം. എനിക്ക് റോളിംഗ് ഒക്കെ നല്ല സാറ്റിസ്ഫൈങ് ആയിട്ട് ഞാൻ എത്ര ആണെങ്കിലും ക്ലേ വെച്ചിട്ട് റോൾ ചെയ്യും, അങ്ങനെയാണ് എൻ്റെ ഇതിൽ. ഓക്കെ, ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, രണ്ടും സെയിം പോലെ. ഇനി നമ്മൾ അവിടെ കട്ട് കൊടുത്തിട്ടുണ്ടായില്ലല്ലോ, ആ ഭാഗമൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ ഇത്ര ഇല്ലും ഈ ഫ്ലവറിന്. പിന്നെ ഇന്നത്തെ വീഡിയോ ഫ്ലവറും പിന്നെ പോട്ടും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ തണ്ട അങ്ങനത്തെ എന്തോ സാധനം ഉണ്ടാക്കാനാണ്. ആ ലീഫിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അത് ഉണ്ടാക്കാനാണ്. അതോടെ നമുക്കൊരു ബോളാക്കി എടുക്കണം. എന്നിട്ട് നമ്മളൊരു പാമ്പ് പോലെ കുഴക്കുന്ന പോലെ ആക്കിയെടുക്കണം. എന്നിട്ട് ആ മിഡിലിൽ നമ്മൾ ഒന്ന് മുറിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ രണ്ടിനും കുറച്ച് ചെറുതാണല്ലോ ആക്കുന്നത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് സെയിം കിട്ടണമല്ലോ, അങ്ങനെ മുറിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പം 2 ബോൾസ് കിട്ടിയിട്ടുണ്ട്, ഗ്രീൻ കളർ ബോൾസ്. ഇനി നമ്മൾ അത് പാമ്പ് കുഴിക്കുന്ന പോലെ തന്നെ കുഴിക്കണം, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അത് നല്ലോണം ഒന്ന് ആക്കണം കേട്ടോ, നല്ല വൃത്തിക്ക്. കുറച്ച് തിന്നും കുറച്ച് ഫാറ്റുമായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ആക്കിയാണ് നല്ലത് കേട്ടോ.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സ്റ്റിക്കാക്കണം അവിടെ. ഇനി ഗൈസ് നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് കാണാം. കണ്ടോ, ഇതാണ് നമ്മളെ ലുക്ക്. പക്ഷെ അതിങ്ങനെ താഴെ പോയിക്കോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ളിൽ കുറച്ച് അതുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, നിങ്ങൾക്ക് ക്ലിയർ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ പോട്ടെ. ഇതെനിക്ക് ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. വേറെ വേണമെന്നൊന്നുമില്ല, വേണമെങ്കിലും എടുത്താൽ മതി. പിന്നെ ഞാൻ ഗ്ലിറ്ററിങ് ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ പറയണം. ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. And this is Zainab and you're watching Zainab's Creamy Diaries. Bye.